പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം എത്തിയതാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ നേതാക്കന്മാർ ഓരോരുത്തരെയും കണ്ട് അഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹം ഇതാ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അനന്തപുരിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി 10,000-കണക്കിന് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സംസ്ഥാന നേതാക്കളെ ഒക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇതിനുശേഷമായിരിക്കും പുത്തരിക്കണ്ടം മൈതാനിയിലുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുക. വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയരായ നേതാക്കന്മാരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വഴിയിൽ നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും വോളണ്ടിയർമാരുടെ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. മുഴുവൻ പ്രവർത്തകരും അവിടെ നിന്ന് മാറിക്കൊടുക്കണം. അവിടെ പ്രത്യേകം നമ്മൾ നിർദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വോളണ്ടിയർമാരുണ്ട്. അവർ പറയുന്നത് കേട്ട് എല്ലാവരും കസേരകളിൽ തന്നെ ഇരിക്കേണ്ടതാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ 1957 മുതൽ 2025 വരെ ശ്രീ അമിത്ഷാജി ഈ മഹാസൗധത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇവിടെ വൃക്ഷത്തൈലങ്ങളുണ്ട്. അദ്ദേഹം വൃക്ഷത്തൈ നൽകുകയാണ്. ഈ ആരാധനാഭവന്റെ മുമ്പിൽ വൃക്ഷത്തൈ നൽകുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരജി അമിത്ഷാജിയുമായി ചേർന്ന് ഈ ഇവിടെ വൃക്ഷത്തൈ നൽകുകയാണ്. അമിത്ഷാജി നമ്മുടെ പതാക ഉയർത്തിയതിനു ശേഷം വൃക്ഷത്തൈ നട്ടുകൊണ്ട് BJPയുടെ നേതാക്കളുടെ പ്രതിജ്ഞ വച്ചിട്ടുണ്ട്. അതിൽ പുഷ്പാർച്ചന നടത്തും. തൊട്ടുപിന്നിലേക്ക് അർഹരായ വെങ്കല പ്രതിമ അകത്തുണ്ട്. അതിൽ അദ്ദേഹം ആ പ്രതിമയെ ആച്ഛാദനം ചെയ്യുകയും പുഷ്പാർച്ചന നടത്തുകയും അതാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യാൻ നേതാക്കൾ മാത്രമാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം സുരക്ഷാ പ്രശ്നങ്ങളടക്കമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് മറ്റുള്ള നേതാക്കൾ മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന BJP നേതാക്കൾ അവരോടെല്ലാം ഉത്തരക്കണ്ടത്ത് നടക്കുന്ന സമ്മേളനത്തിലേക്ക് കേരളത്തിന്റെ വൃക്ഷമായി നിൽക്കുന്ന പാലാജി കണ്ടുകൊണ്ട് ശ്രീ അമിത്ഷാജി ആചരണം നിർവഹിച്ചു. ഇവിടെ നമ്മുടെ ചടങ്ങിലേക്ക് എത്തുകയാണ്. പാലാജി ഭവന്റെ ഫലകം സംസ്ഥാന അധ്യക്ഷനായി നമ്മുടെ മാരാജി ഭവന്റെ ഫലകം അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാരാജി ഭവൻ കേരളത്തിലെ ലക്ഷോപലക്ഷം ഈ നാടിലും സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ അമിത്ഷാജി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ CK പത്മനാഭൻ, ശ്രീ PK കൃഷ്ണദാസ്, ശ്രീ P മുരളീധരൻ. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ BJP സംസ്ഥാന ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആദ്യം പതാക ഉയർത്തി, അതിനുശേഷം വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
നാടപുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ.ജി. മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുകയാണ് അടുത്ത ചടങ്ങ്. അതിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ശേഷം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാക്കളും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിജെപിയുടെ തന്നെ മുതിർന്ന നേതാവായ ഒ രാജഗോപാലിനെ അദ്ദേഹവുമായി സംവദിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനുശേഷം പ്രതിമ അനാച്ഛാദന ചടങ്ങിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. ബിജെപി സംസ്ഥാന ഓഫീസ് കാര്യാലയത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസായി ബിജെപിയുടെ പാർട്ടി ഓഫീസായി തിരുവനന്തപുരത്തെ കെ.ജി. മാരാർ കാര്യാലയം മാറുകയാണ്. നിരവധി പ്രവർത്തകരാണ് അദ്ദേഹത്തെ കാണാൻ തിരുവനന്തപുരത്ത് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കുശലാന്വേഷണം നടത്തിയ ശേഷം തന്നെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. നടുത്തളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് കൂടിയാണ് ഇനി അടുത്തതായി നടക്കാനിരിക്കുന്നത്.
പുതുതായി ഉദ്ഘാടനം ചെയ്ത BJPയുടെ സംസ്ഥാന ഓഫീസ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മുറികളും ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് പ്രസിഡന്റിന്റെ ചേംബറാണ് അദ്ദേഹം വീക്ഷിക്കുന്നത്. അവിടുത്തെ സൗകര്യങ്ങൾ അതൊക്കെ തന്നെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടി ഓഫീസ് കൂടിയാണ്, മന്ദിരം കൂടിയാണ് തിരുവനന്തപുരത്തേത്. BJPയുടെ സംസ്ഥാന ഓഫീസ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഒട്ടനവധി രഹസ്യങ്ങളടക്കം ഒളിപ്പിച്ച ഒരു മന്ദിരമാണെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം BJP നേതാക്കളടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നേരിട്ട് വീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തിരികെ പോകാൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ കൂടി ഇവിടെ വെച്ചുണ്ടാകും എന്ന ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള വ്യക്തമായ വിശദവിവരങ്ങൾ ഉടനടി തന്നെ നമുക്ക് ലഭ്യമാകും. ഇതിനുശേഷം അദ്ദേഹം പുത്തരിക്കണ്ടത്ത് പ്രവർത്തകരെയൊക്കെ ഏകദേശം 35,000-ലധികം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന പരിപാടിയിലേക്കാണ് എത്തിച്ചേരാനായി പോകുന്നത്. നിലവിൽ പ്രസിഡന്റിന്റെ ചേംബറിനകത്താണ് അദ്ദേഹം നിലവിലുള്ളത്. അവിടെ വെച്ച് ചില കൂടിയാലോചനകളുണ്ടെന്നുള്ള ചില സൂചന നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പുറത്തുള്ള ഓഫീസിൻ്റെ അകത്തളത്തുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇതുവരെ കാണാനായി സാധിച്ചിരിക്കുന്നത്. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ BJPയുടെ പ്രമുഖ നേതാക്കളെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാനായി സാധിക്കും. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ അടക്കം ഈ പരിപാടി വീക്ഷിക്കാനായി അദ്ദേഹം നേരിട്ടെത്തിയിട്ടുണ്ട്. ഏറെ അവശതകൾക്കിടയിലും അദ്ദേഹം ഈ പരിപാടി വീക്ഷിക്കാനും ഏറെക്കാലത്തെ ഒരു സ്വപ്നം അത് പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കാണുവാനും കൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം പരിപാടി വീക്ഷിക്കാനായി എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാവും അതുപോലെ മുൻ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള V മുരളീധരൻ, അതോടൊപ്പം അബ്ദുള്ളക്കുട്ടി, അങ്ങനെ നിരവധി നേതാക്കൾ തന്നെയാണിന്ന് പരിപാടിയുമായി ബന്ധപ്പെട്ട് BJPയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.